പുന്നമടക്കായലിലെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയെറിയുകയാണ് ചെമ്പക്കുളം ചുണ്ടൻ. തുഴകൾ തമ്മിൽ കണക്കു തീർക്കുന്ന ജലോത്സവത്തിനായി ചമ്പക്കുളം ചുണ്ടൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓളങ്ങൾക്കുമേൽ വരാനിരിക്കുന്ന ജലമാമാങ്കത്തിന് തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കുമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തുണ്ട് ചമ്പക്കുളം ചുണ്ടനും പിള്ളേർക്കും. ആവേശത്തിന്റെ തുടക്കം കുറിക്കാനെത്തിയത് സിനിമാ താരം ടൊവിനോ തോമസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കാൻ നെഹ്റു ട്രോഫി, ചമ്പക്കുളം മൂലം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവയിൽ ഹാട്രിക് നേടിയ ആത്മവിശ്വാസമുണ്ട് ചമ്പക്കുളം ചുണ്ടന് കരുത്തായി. ചമ്പക്കുളം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് 50ാം വാർഷികമാണ്. അതിന്റെ ആദ്യത്തെ ചുണ്ടൻ ബലക്ഷയം കാരണം UST ഗ്ലോബൽ തിരുവനന്തപുരത്ത് വിശ്രമിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പ് 2014 ഈ പുത്തൻ ചുണ്ടൻ എടുക്കുകയും അന്ന് പച്ചത്തടിയിൽ തന്നെ UBC കന്യകരെ കൊണ്ട് നമ്മൾ വെള്ളിക്കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. അതിന്റെ 50ാം വർഷ ആഘോഷത്തിൽ നാട്ടുകാരെല്ലാം വളരെ ആവേശത്തിലാണ്. നിർബന്ധമായും ഈ പുന്നമട ബോട്ട് ക്ലബ്ബാണ് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ വള്ളത്തിൽ ഈ പ്രാവശ്യം തുഴയുന്നത്. എണ്ണമറ്റ ഏറ്റവും കരുത്തുറ്റ നല്ല പോരാളികളെയാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് നമുക്കായി നൽകിയിരിക്കുന്നത്. തീർച്ചയായും പുന്നമടയുടെ കൈക്കരുത്തിൽ ചമ്പക്കുളം ചുണ്ടൻ വെള്ളിക്കപ്പ് മുത്തമിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ചമ്പക്കുളം ഗ്രാമത്തിന് ഇല്ല എന്ന് തന്നെ നിർബന്ധമായും പറയാം. ഈ കളി ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കപ്പെടുക്കാതെ കളം വിടില്ല. അതേയുള്ളൂ ഇവർക്കെതിരാളികളോട് പറയാൻ. കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ KTBC കുമരകം തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ 2ാമതായി ഫിനിഷ് ചെയ്തിരുന്നു. ആര് വീഴും ആര് വാഴും നെഹ്റു ട്രോഫി കഴിയുമ്പോഴറിയാം. അതുവരെ കാത്തിരിക്കേണ്ടി വരും. ഓളപ്പരപ്പിലെ ജലപൂരത്തിന് ഇനി അവശേഷിക്കുന്നത് 14 നാൾ. ക്ലബ്ബുകളെല്ലാം കഠിന പരിശീലനത്തിലാണ്. ക്യാമറമാൻ S. അജിത്തിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ.